വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറേ കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. നമ്മുടെ മെഡിക്കൽ കോളേജിലെ സെമിനാർ പ്രസന്റേഷൻ, അതുപോലെ തന്നെ കേസ് പ്രസന്റേഷൻ, അതിനെയൊക്കെ പറ്റിയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി. അപ്പം ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് അത്രയും ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമല്ല നമ്മുടെ കോളേജിൽ. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയാം. അതായത് നമ്മുടെ സെമിനാർ പ്രസന്റേഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ കേസ് പ്രസന്റേഷൻ എങ്ങനെയായിരുന്നു, അത് മാത്രമല്ല പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, ഇതെല്ലാം കൂടെ പറയുന്ന ഒരു വീഡിയോ ആണിത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പ്രീവിയസ് ഇയറിനെക്കാളും ഈ ഒരു വർഷമാണ് നമുക്ക് സെമിനാറിന്റെയും അതുപോലെ തന്നെ കേസ് പ്രസന്റേഷന്റെ ഒക്കെ എണ്ണം കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. സോ അപ്പൊ ഞാൻ ഓർത്തോർത്ത് എന്റെ ഒരു സെമിനാർ പ്രസന്റേഷൻ അല്ലെങ്കിൽ കേസ് പ്രസന്റേഷൻ വരുമ്പോൾ ഒരു വീഡിയോ ചെയ്യണം, ഒരു ബ്ലോഗ് ആയിട്ട് ചെയ്യണോ ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നത് കമ്മ്യൂണിറ്റി മെഡിസിൻ ആയിരുന്നു. ആ സമയത്ത് ഞാനിങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതെനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ഉണ്ടായിരുന്നത് പീഡിയാട്രിക്സിലായിരുന്നു. അത് ഞാൻ സെറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്തു വെച്ചിരുന്നു. പക്ഷെ അന്ന് നമ്മുടെ വയനാട്ടിലെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് മഴ ആയതുകൊണ്ട് കുറെ അവധി കിട്ടി. ആ സമയത്ത് നമ്മുടെ സെമിനാർ എൻ്റെ ആ ഒരു ദിവസത്തെ സ്കിപ്പ് ചെയ്ത് അങ്ങ് പോയി. പിന്നെ ഉണ്ടായിരുന്നത് ഗൈനക്കോളജിയിലായിരുന്നു. ഗൈനക്കോളജിൽ ഈ പറഞ്ഞ പോലെ സെമിനാർ പ്രസന്റേഷൻ ഉണ്ടായിരുന്നു, കേസ് പ്രസന്റേഷനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ വീഡിയോ ഈ പറഞ്ഞ പോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കാര്യമായിരുന്നു ആ രണ്ടും വന്നിരുന്നത്. സോ അതുകൊണ്ടും എനിക്കത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനി അടുത്ത സർജറിയാണ്. സർജറിയിൽ അറിയില്ല എന്താവുമെന്ന്. കുറെ ഡിലേ ആയി പൊക്കോണ്ടിരുന്നൊരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണ് സെമിനാർ പ്രസന്റേഷൻ അല്ലെങ്കിൽ എന്താണ് കേസ് പ്രസന്റേഷൻ എന്ന് പറഞ്ഞ് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് തന്നെ നമുക്ക് സെമിനാർ പ്രസന്റേഷൻ എന്താണ്, അല്ലെങ്കിൽ നമുക്ക് സെമിനാർ എന്ന് പറഞ്ഞ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ എന്താണ്, അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അതായത് ഇപ്പൊ നമ്മൾ ഈ സെമിനാർ പ്രസന്റേഷൻ വരുമ്പോഴേക്കും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നോർമലി നമ്മുടെ തിയറി ക്ലാസ്സിൽ വരുന്ന സെമിനാർ ഉണ്ടാവും. രണ്ടാമത് വരുന്നതെന്ന് വെച്ചാൽ നമ്മളെ ക്ലിനിക്സിലുള്ള, അതായത് നമുക്ക് പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവിടെ നമുക്ക് സെമിനാർസ് ഉണ്ടായിരിക്കും. അങ്ങനെ രണ്ടായിട്ട് പറയും. ഈ തിയറിയിൽ വരുന്ന മെയിൻ ആയിട്ട് നമുക്ക് അങ്ങനെ ഒത്തിരി ഫ്രീക്വന്റ് ആയിട്ട് വരത്തില്ല. പിന്നെ ഫസ്റ്റ് ഇയർ ആയാലും നമുക്ക് അത്ര ടെൻഷൻ അടിക്കണം. നമുക്ക് അങ്ങനെ ഫസ്റ്റ് ഇയർ അങ്ങനെ സെമിനാർ അവർ തരില്ല മോസ്റ്റ്ലി. നമ്മുടെ ഇപ്പൊ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ തരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഈ പ്രൈവറ്റിലോ അല്ലെങ്കിൽ നമുക്കും അങ്ങനെ പേഴ്സണലായിട്ട് അങ്ങനെ സെമിനാർ ഒന്നും ഫസ്റ്റ് ഇയർ അങ്ങനെ തന്നിട്ടില്ല. ഫസ്റ്റ് ഇയറിൽ മെയിൻ നമ്മുടെ പേടി എന്ന് പറയുന്നത് റാൻഡം ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, റോൾ നമ്പർ ഒക്കെ വിളിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. ക്വസ്റ്റ്യൻ ചോദിക്കാൻ മീൻസ് നമുക്ക് നമ്മളെ ക്ലാസ്സിലായിരുന്നപ്പോൾ മൈക്കൊക്കെ ഉണ്ട്, മൈക്കൊക്കെ വന്നിട്ട് നമ്മൾ ഫ്രണ്ടിൽ വന്ന് ചിലപ്പോൾ സംസാരിക്കണം. അതൊക്കെ കുറച്ച് പേടിയുള്ളൊരു കാര്യമാണ്. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് ഫസ്റ്റ് ഇയർ വരുന്ന കാര്യം. ഫസ്റ്റ് ഇയർ നമുക്ക് അങ്ങനെ സെമിനാർ ആയിട്ടുള്ള നമുക്കുള്ള ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് സെക്കൻഡ് ഇയർ തൊട്ട് നമ്മൾ ഈ തിയറി ക്ലാസ്സുകളിൽ ചില ടോപ്പിക്സ്, അതായത് നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ എടുത്തു, ഈ ചാപ്റ്ററിലെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടാവും. അല്ലെങ്കിൽ ആ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വായിച്ചാൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സ് ഉണ്ടാവും. അങ്ങനത്തെ ടോപ്പിക്സ് എന്ന് പറയുന്നത് നമുക്ക് ഫാക്കൽറ്റീസ് നമ്മുടെ തിയറി ക്ലാസ്സിൽ ലെക്ചേഴ്സ് ആയിട്ട് വന്ന് പഠിപ്പിക്കുകയായിരിക്കും ചെയ്യുന്നത്. എന്നാൽ ചില ടോപ്പിക്സ് എന്ന് പറയുന്നത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ടോപ്പിക്, അല്ലെങ്കിൽ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാത്ത ചില ടോപ്പിക്സ് ഉണ്ടാവും. അങ്ങനത്തെ ടോപ്പിക്സ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റുഡൻസിന്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് വന്ന് ക്ലാസ്സിലായിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ നമ്മുടെ ഈ സെമിനാർ പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലായിരിക്കും നമുക്ക് തിയറി ക്ലാസ്സിൽ വരുന്നത്. ചിലപ്പോൾ ഇവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാക്കൽറ്റീസ് ഒരു ടോപ്പിക് തരും, അത് ഇന്ന റോൾ നമ്പർ നാളെ അല്ലെങ്കിൽ പിറ്റേ ദിവസം വരുമ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഓൾറെഡി കൊടുക്കും. അപ്പൊ നമുക്ക് ഓൾറെഡി ഒന്ന് പ്രസന്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടാവും. അപ്പൊ നമുക്ക് കുഴപ്പമില്ലാണ്ട് എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ട് പോയി ചെയ്യാൻ വേണ്ടി പറ്റും. ചില സമയത്ത് ഞങ്ങൾക്ക് സെക്കൻഡ് ഇയർ ഒക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. പാത്തോളജി അല്ലെങ്കിൽ ഫാർമക്കോളജി ഒക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റോൾ നമ്പർ അല്ല, ഇപ്പൊ ആദ്യത്തെ 15 അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 30 റോൾ നമ്പർ ഉണ്ടാവും. അവർക്ക് ഒരു ടോപ്പിക് കൊടുക്കും, കോമൺ ആയിട്ട് ഒരു ടോപ്പിക് കൊടുക്കും. അടുത്ത 30 പേർക്ക് അടുത്ത ടോപ്പിക് കൊടുക്കും, അടുത്ത 30 പേർക്ക് അടുത്ത ടോപ്പിക്. അങ്ങനെ ഏകദേശം ഒരു 5-6 ടോപ്പിക്സ് ഉണ്ടാവും. എന്നിട്ട് അവർ പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്നിട്ട് റാൻഡം ആയിട്ട് ഒരു റോൾ നമ്പർ വിളിക്കുക. അതായത് ആദ്യത്തെ 30 സെറ്റിന്ന് ഒരാളെ വിളിച്ചിട്ട് റാൻഡം ആയിട്ട് അപ്പോഴായിരിക്കും അവർ പറയുന്നത് ആരായിരിക്കും പ്രസന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ സമയത്തൊക്കെ നല്ല ടെൻഷൻ ആയിരിക്കും. കാരണം ഓൾറെഡി നമ്മൾ 30 പേരാണ്. ഓക്കെ, നമുക്കൊരു ടോപ്പിക് തന്നു, നമ്മൾ ചിലപ്പോൾ നമ്മളെ വിളിക്കത്തില്ലായിരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലൊക്കെ ഇരുന്നിട്ട് ചിലപ്പോൾ നമ്മളെ തന്നെ കൃത്യമായിട്ട് വിളിക്കും. ആ സമയത്ത് നല്ലൊരു ടെൻഷനൊക്കെ വരുന്ന സമയമാണ്. അങ്ങനത്തെ രീതിയിലൊക്കെയാണ് സെമിനാർ പ്രസന്റേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നത്. സോ ഇനി നമ്മൾ ക്ലിനിക്സിൽ വരുന്ന സെമിനാർ പ്രസന്റേഷൻ എന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. എല്ലാ റോൾ നമ്പേഴ്സ്, അതായത് നമ്മൾ ക്ലിനിക്സിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ബാച്ചിലുള്ളവരെ കുഞ്ഞു കുഞ്ഞു ബാച്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എ ബാച്ച്, ബി ബാച്ച്, സി ബാച്ച്, ഡി ബാച്ച്, അങ്ങനെ പറഞ്ഞ് കുഞ്ഞു കുഞ്ഞു ബാച്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പൊ ഞാനിപ്പോൾ ഉള്ളത് കറന്റ് എഫ് ബാച്ചിലാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഞങ്ങളുടെ എഫ് ബാച്ചിൽ ഏകദേശം ഒരു 26 പേരുണ്ടാവും. എന്നിട്ട് ഇവരിൽ ഇടയിൽ ഓരോരുത്തർക്കും ഓരോരോ ടോപ്പിക്സ് ആയിട്ട് നമുക്ക്
കൊടുക്കുകയാണ് സംഭവം ചെയ്യുന്നത്. അതായത് എന്തായാലും മസ്റ്റായിട്ട് ക്ലിനിക്സിൽ നമ്മൾ സെമിനാർ പ്രസന്റ് ചെയ്യേണ്ട ഒരു ടേൺ നമുക്ക് എന്തായാലും വരും. ഇപ്പൊ നമ്മൾ എന്തായാലും പ്രസന്റ് ചെയ്യേണ്ടി വരും. അതെന്ന് പറയുന്നത് അൺകോമൺ ആയിട്ടുള്ള ടോപ്പിക്കോ അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാത്ത ടോപ്പിക്സ് ഒന്നും അല്ല. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ടോപ്പിക്സ് തന്നെയാണ് നമുക്ക് തരുന്നത്. അപ്പൊ നമ്മൾ അതിന് വേണ്ടി ഓൾറെഡി ഒന്നെങ്കിൽ നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് വരണം, അല്ലെങ്കിൽ നമ്മളായിട്ട് PPT പ്രസന്റ് ചെയ്യാൻ വേണ്ടി PPT ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാക്കൽറ്റീസ് മുന്നിൽ നിന്നിട്ട് നമ്മളത് പ്രസന്റ് ചെയ്യണം. പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഫാക്കൽറ്റീസ് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അതാണ് നമ്മുടെ സെമിനാർ പ്രസന്റേഷൻ എന്ന് പറയുന്നത്. അതിപ്പോ സെക്കൻഡ് ഇയറിലും പിന്നെ തേർഡ് ഇയറിലും അങ്ങനെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് ഇയറിനെക്കാളും നമുക്ക് തേർഡ് ഇയറിൽ സെമിനാർസിന്റെയും കേസ് പ്രസന്റേഷനൊക്കെ എണ്ണം കുറച്ചുകൂടെ കൂടുതലാണ്. കാരണം നമ്മൾ സെക്കൻഡ് ഇയർ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ക്ലിനിക്സിൽ പോകുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ടെൻഷനും അങ്ങനത്തെ കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്രമാത്രം സെമിനാർസ് തന്നിട്ടില്ല, എന്നാലും ഉണ്ടായിരുന്നു കേട്ടോ, ഇല്ലെന്നല്ല, ഉണ്ടായിരുന്നു. പിന്നെ തേർഡ് ഇയർ ആയപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും, അതിപ്പോ ഞാനിപ്പം കമ്മ്യൂണിറ്റി മെഡിസിൻ കഴിഞ്ഞു, പീഡിയാട്രിക്സ് ഉണ്ടായിരുന്നു, ഓർത്തോപീഡിക്സ് ഉണ്ടായിരുന്നു, പിന്നെ OBG ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പം നെക്സ്റ്റ് സർജറി അവിടെയും എന്തായാലും കാണും. അപ്പൊ അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തതാണ് കേസ് പ്രസന്റേഷൻ എന്ന് പറയുന്നത്. കേസ് പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മളെ ക്ലിനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് വരുന്നത്. നമുക്ക് അങ്ങനെ തിയറി ഏരിയയിലോട്ടോ ആ സംഭവം വരുന്നില്ല. പിന്നെ തിയറിയിൽ നിന്ന് നമുക്ക് കേസ് പ്രസന്റേഷൻ എന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല. നമുക്ക് തേർഡ് ഇയർ ആകുമ്പോൾ ഫോറൻസിക് മെഡിസിൻ ഉണ്ടല്ലോ, അപ്പൊ അതിനകത്ത് നമുക്ക് കുറെ പ്രാക്ടിക്കൽ സെഷൻ ബേസ്ഡ് ആയിട്ട് വൂണ്ട് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, എക്സാമിനേഷൻ ഓഫ് റേപ്പ് വിക്ടിം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, ഓട്ടോപ്സി റിപ്പോർട്ട്, അങ്ങനത്തെയൊക്കെ നമുക്കൊരു കേസ് സിനാരിയോ തന്നിട്ട് നമ്മൾ ജസ്റ്റ് എഴുതണം. അപ്പൊ അതിങ്ങനെ റാൻഡം ആയിട്ട് റോൾ നമ്പർ വിളിച്ചിട്ട് നമ്മളോട് ചെന്ന് വിളിച്ച് പറയാറൊക്കെ ഉണ്ടായിരുന്നു. അതാണ് മെയിൻ ആയിട്ടും അവിടെ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോസ്റ്റ്ലി നമ്മുടെ ഈ കേസ് പ്രസന്റേഷൻ എന്ന് പറയുന്ന സംഭവം കൂടുതലായിട്ട് വരുന്നത് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ക്ലിനിക്സ് ഏരിയയിലാണ്. അപ്പൊ അവിടെ ക്ലിനിക്സിൽ നമ്മുടെ കേസ് പ്രസന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ഇയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ക്ലിനിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിനിക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഡിസിൻ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് കൂടുതലായിട്ടും നമുക്ക് കേസ് പ്രസന്റേഷൻ ഒക്കെ കുറച്ചുകൂടി നന്നായിട്ട് പഠിപ്പിച്ചു തരും. അപ്പൊ നമ്മൾ ഈ കേസ് എടുക്കുക മീൻസ് നമ്മളിപ്പോൾ ഒരു പേഷ്യന്റ് അടുത്ത് ചെല്ലണം, ആളുടെ പേരെന്താണ്, പിന്നെ അതുപോലെ അഡ്രസ് എന്താണ്, ഏജ് എത്രയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ എന്ത് കംപ്ലൈന്റ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്, പിന്നെ ഈ കംപ്ലൈന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, എത്ര നേരം ഉണ്ടായിരുന്നു, എത്ര ഡ്യൂറേഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളത് ഉണ്ടാക്കണം. പിന്നെ ചോദിച്ചിട്ട് നമ്മളൊരു കേസ് ഷീറ്റ് പോലെ പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഫാക്കൽറ്റിയുടെ മുന്നിൽ നമ്മളത് പ്രസന്റ് ചെയ്യണം. പ്രസന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഡയഗ്നോസ് എന്താണ് നമ്മൾ പറയണം. അത് മാത്രമല്ല പിന്നെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കേസ് പ്രസന്റേഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഇയർ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇതെല്ലാം നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരുത്തിയാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. നമുക്കിപ്പോൾ തേർഡ് ഇയർ ഇപ്പൊ ഞങ്ങൾ നോക്കുമ്പോഴേക്കും തേർഡ് ഇയർ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ആയിട്ടും എല്ലാവരും തന്നെ പ്രസന്റ് ചെയ്യണം. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ റോൾ നമ്പർ അനുസരിച്ചിട്ടായിരിക്കും. അപ്പം നമ്മളിപ്പോൾ ക്ലിനിക്സിൽ പോകുമ്പോൾ കേസ് പ്രസന്റേഷൻ ഉണ്ടാവും, സെമിനാർ പ്രസന്റേഷൻ രണ്ടും ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ ഫ്രണ്ടിലത്തെ റോൾ നമ്പേഴ്സ് എല്ലാവരും കേസ് പ്രസന്റേഷൻ ആണെങ്കിൽ ബാക്കിൽ നിന്നുള്ള റോൾ നമ്പേഴ്സ് എല്ലാവരും സെമിനാർ പ്രസന്റേഷൻ. അപ്പൊ എന്തായാലും മസ്റ്റ് ആയിട്ട് എന്തായാലും തേർഡ് ഇയർ ആകുമ്പോൾ എല്ലാവർക്കും ഒരു ചാൻസ് എന്തായാലും രണ്ടും ചെയ്യാൻ വരും. സോ ഇനിയിപ്പോ എന്റെ എക്സ്പീരിയൻസ് പറയാം. എന്റെ എക്സ്പീരിയൻസ് ഇപ്പൊ നമുക്ക് സെക്കൻഡ് ഇയർ തൊട്ടിട്ടാണ് നമുക്ക് ഈ ഒരു പറഞ്ഞ സെമിനാർ പ്രസന്റേഷനും കേസ് പ്രസന്റേഷനും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ക്ലാസ്സിൽ വന്നിട്ടുള്ള സെമിനാർ പ്രസന്റേഷൻ കൂടുതൽ ഫാർമക്കോളജി, പാത്തോളജി ഒക്കെ ആയിരുന്നു. ക്ലാസ്സിൽ എനിക്ക് അങ്ങനെ പ്രസന്റ് ചെയ്യേണ്ട ഒരു ഇത് വന്നിട്ടില്ലായിരുന്നു സെക്കൻഡ് ഇയർ എന്ന് പറയുമ്പോഴേക്കും. പിന്നെ ആകപ്പാടെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഫാർമക്കോളജിയിൽ നമ്മൾ ഈ പ്രാക്ടിക്കലിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു പോർഷൻ നമ്മൾ എന്തായാലും പ്രസന്റ് ചെയ്യണം, എന്നാൽ മാത്രമേ എത്രയോ മാർക്ക് തരത്തുള്ളായിരുന്നു. ആ സമയത്തും ഞാൻ ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു പ്രസന്റ് ചെയ്തത്. പ്രസന്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര പേടിയുള്ള ഒരാളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ അത്യാവശ്യം കോൺഫിഡന്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, സ്റ്റേജ് ഫിയർ ഒന്നും ഇല്ലാത്ത കുട്ടികളുണ്ടായിരിക്കും. അവർക്കായാലും ഒരു കുറച്ച് ടെൻഷൻ കാര്യങ്ങൾ ഉണ്ടാവും, ഇത്രയും പേരെ ഫേസ് ചെയ്ത് സംസാരിക്കുന്നുള്ളൂ. അപ്പൊ പിന്നെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള സ്റ്റേജ് ഫിയർ ഉള്ള കുട്ടികളുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, നല്ല പോലെ പേടി ഉണ്ടാവും, നല്ല ടെൻഷൻ ഉണ്ടാവും. അയ്യോ ഇത്രയും ആൾക്കാരെ ഫേസ് ചെയ്തിട്ട് എങ്ങനെ സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് നല്ല പേടി ഉണ്ടാവും. അപ്പൊ ഞാൻ ആ കൂട്ടത്തിലുള്ള ഒരാളാണ്. എനിക്കപ്പോൾ നല്ല രീതിയിൽ സ്റ്റേജ് ഫിയർ ഉണ്ട്. ഇപ്പൊ എനിക്ക് നല്ല കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും എനിക്കൊരു 10 പേരുടെ മുന്നിൽ വെച്ച് പറയാൻ നല്ല പേടിയുള്ള ഒരാളാണ് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എനിക്ക് അന്ന് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് തിയറി ക്ലാസ്സിലെ സെമിനാർ ഒന്നും എനിക്ക് അത്ര വന്നിട്ടുണ്ടായിരുന്നില്ല സെക്കൻഡ് ഇയറിൽ. ആവപ്പാടെ ഉണ്ടായിരുന്നു ഫാർമക്കോളജി ആയിരുന്നു. അതെന്ന് പറഞ്ഞാലും എല്ലാവരുടെ സെമിനാർ കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു. അപ്പൊ പിന്നെ അത് വലിയ ടെൻഷൻ ഇല്ലാതെ പെട്ടെന്ന് പറഞ്ഞു തീർത്തുപോയി. പിന്നെ ഉണ്ടായിരുന്നത് സെക്കൻഡ് ഇയറിൽ ക്ലിനിക്സിലായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ആ സമയത്ത് എന്റെ സെമിനാറിന്റെ ദിവസമായപ്പോഴേക്കും
എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. നല്ല ടെൻഷൻ എന്ന് വെച്ചാൽ നല്ല ടെൻഷൻ. എനിക്കിങ്ങനെ പേടി വരും. ഞാൻ ആ സമയത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഇപ്പം ഏതെങ്കിലും ഫോൺ നോക്കിയിട്ടാണ് വായിക്കണമെങ്കിൽ അത് തന്നെ ഇങ്ങനെ നോക്കി ഒരു കാര്യം തന്നെ 10,000 തവണ ഞാൻ വായിച്ചു തുടങ്ങി. എനിക്ക് ഭയങ്കര പേടിയാണ്. ഈശ്വര ആ സമയം തെറ്റിപ്പോകുമോ, അല്ലെങ്കിൽ ഇത്രയും പേരെ നോക്കുമായിരിക്കുമല്ലോ, അവർ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് നോക്കുമോ, എന്തെങ്കിലും തെറ്റ് വരുമോ, അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ മുന്നിൽ വെച്ചിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഓവർ തിങ്ക് ചെയ്തിട്ട് ടെൻഷൻ അടിച്ച് എനിക്ക് ഭയങ്കര ഇതായിട്ട് വരും. അത് നമ്മുടെ റോൾ നമ്പർ ആകുന്നതിൻ്റെ ഒരു 2-3 ദിവസം മുമ്പേ എനിക്ക് ടെൻഷൻ വരും. അയ്യോ ഞാൻ എന്ത് ചെയ്യുന്നു ഓർത്ത് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. അപ്പം സെക്കൻഡ് ഇയറിലെ ക്ലിനിക്സിന്റെ ഇടയിലുള്ള സെമിനാറൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് കുഴപ്പമില്ലാണ്ടൊക്കെ പോയി. തേർഡ് ഇയറിലെ ക്ലിനിക്സിൽ എന്ന് പറയുമ്പോഴേക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കേസ് പ്രസന്റേഷനും പിന്നെ അതുപോലെ തന്നെ സെമിനാർ പ്രസന്റേഷനും എന്തായാലും വരും. നമുക്ക് എന്തായാലും ഒരു ചാൻസ് ഉണ്ടാവും. കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾക്ക് കുറച്ച് പേര് കേസ് പ്രസന്റേഷൻ, കുറച്ച് പേര് സെമിനാർ പ്രസന്റേഷൻ ആയിരുന്നു. അപ്പൊ എനിക്ക് കിട്ടിയിരുന്നതെന്ന് വെച്ചാൽ കേസ് പ്രസന്റേഷൻ ആയിരുന്നു. അപ്പൊ അന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഓൾറെഡി നമുക്കറിയാം എന്തായാലും ഒരു കേസ് പ്രസന്റ് ചെയ്യണം ഉറപ്പായിട്ടും. അപ്പൊ നമ്മൾ ഇതിന്റെ കേസൊക്കെ പോയി എടുത്ത് നമ്മൾ എന്തായാലും എഴുതി കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ പറ്റി. പിന്നെ വന്നതെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കുറച്ച് ഡൗൺ ആയിപ്പോൾ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിറ്റി മെഡിസിനിൽ തന്നെ നമുക്ക് ഒരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളൊരു പ്രൊജക്റ്റിന്റെ പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അതൊട്ടും തന്നെ പ്രിപ്പയർ അല്ലായിരുന്നു. എനിക്ക് ആ സമയത്ത് നല്ല രീതിയിൽ ഹെൽത്ത് ഇഷ്യൂസ് കുറച്ച് നല്ലപോലെ ഉണ്ടായിരുന്നു. പിന്നെ ക്ലാസ് കട്ട് ചെയ്യണമെന്ന് ഓർത്തിട്ട് മാത്രമായിരുന്നു ഞാൻ അന്ന് പോയിരുന്ന ആ ക്ലാസ്സിലേക്ക്. കാരണം എനിക്ക് പോവണ്ടെന്ന് തന്നെയായിരുന്നു, എനിക്ക് അത്രയും വയ്യായിരുന്നു. പിന്നെ എന്നാലും ഓർത്ത് വേണ്ട കുഴപ്പമില്ല പോകാമെന്ന് ഓർത്ത് ഞാൻ പോയി. ഞാൻ ഒന്നും പ്രിപ്പയറും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തില്ല. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ റാൻഡം ആയിട്ടായിരുന്നു ഒരു റോൾ നമ്പർ വിളിച്ചത്. അന്ന് വിളിച്ചത് എന്നെയായിരുന്നു. ആ സമയത്ത് എനിക്കൊരു സംഭവമില്ല. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ എന്നെ സംബന്ധിച്ചുള്ള നല്ല സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണ്. ഓൾറെഡി ഒന്ന് നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കി വെച്ചിട്ട് പോയി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, വലിയ പ്രശ്നമില്ലാണ്ട് ഞാൻ ചെയ്യും. പക്ഷെ ഇതൊന്നും തന്നെ പ്രിപ്പയർ ചെയ്യാതെ പെട്ടെന്ന് സ്പോട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. കാരണം ബബ്ബ അടിച്ചോണ്ട് അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായി. അയ്യോ ഞാനിപ്പം ലൈക്ക് അത് നമ്മളൊരു ടീം വർക്ക് പോലെ ആയിരുന്നു. നമ്മൾ കുറച്ച് പേര് ഒരു പ്രൊജക്റ്റ് പ്രസന്റ് ചെയ്യാണ്. നമ്മൾ ആ ഗ്രൂപ്പിലുള്ള ഒരാളെന്ന രീതിയിലാണ് നമ്മൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പോയത്. സോ നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുത്തിയാൽ നമ്മുടെ ഗ്രൂപ്പിനെ തന്നെ അഫക്റ്റ് ചെയ്യും. അപ്പൊ എനിക്കൊന്ന് കുറച്ച് വിഷമമായി. കാരണം എന്റെ മാത്രമുള്ള സംഭവമാണ്, എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് കുറച്ച് അന്ന് വിഷമം ഉണ്ടായി. അയ്യോ അപ്പൊ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു കുഴപ്പമില്ല സാരമില്ല പോട്ടെ, നമ്മൾ നീ പ്രിപ്പയർ ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊന്ന് സമാധാനിച്ചു. പിന്നെ അടുത്ത് വന്നതെന്ന് വെച്ചാൽ പീഡിയാട്രിക്സ് ആയിരുന്നു. പീഡിയാട്രിക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുറച്ച് പേര് കേസ് പ്രസന്റേഷൻ, കുറച്ച് പേര് സെമിനാർ പ്രസന്റേഷൻ. അപ്പൊ എനിക്ക് സെമിനാർ പ്രസന്റേഷൻ ആയിരുന്നു. പക്ഷെ ആ സമയത്തായിരുന്നു നമ്മൾ വയനാട്ടിലെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ട് അതെനിക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അതിനുശേഷം വന്നത് OBG ആയിരുന്നു. OBG അതായത് നമ്മുടെ ഗൈനക്കോളജി. അവിടെ എന്ന് പറഞ്ഞാൽ മസ്റ്റായിട്ട് നമ്മൾ കേസ് പ്രസന്റേഷൻ ഉണ്ട്, സെമിനാർ പ്രസന്റേഷൻ ഉണ്ട്. അപ്പൊ അത് രണ്ടും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെമിനാർ പ്രസന്റേഷൻ അല്ല, എനിക്ക് അന്ന് ആദ്യം കേസ് പ്രസന്റേഷൻ ആയിരുന്നു ആദ്യം വന്നത്. കേസ് പ്രസന്റേഷൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസന്റ് നമ്മൾ എന്തായാലും ചെയ്യണമല്ലോ. അപ്പൊ പിന്നെ ഞാൻ എന്റെ ടേൺ ആയപ്പോഴേക്കും നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് കേസ് എടുത്തു. അതിൽ കോമഡി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ ഒരു കേസ് എടുത്തു, എഴുതി വെച്ചു. അന്നത്തെ ദിവസമാണെങ്കിൽ മാം പറഞ്ഞു ലേറ്റ് ആയി, അതുകൊണ്ട് ഇന്ന് കേസ് പ്രസന്റേഷൻ വേണ്ടെന്ന് പറഞ്ഞു. അടുത്ത ദിവസം പിന്നെയും ഞാൻ പോയി കേസ് എടുത്തു. കാരണം നമ്മൾ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ കേസിനെ പിന്നെ പ്രസന്റ് ചെയ്യത്തില്ല. അടുത്തൊരു കേസ് പോയി എടുത്തു. അന്നും മാം പറഞ്ഞു ലേറ്റ് ആയി, അതുകൊണ്ട് പിറ്റേ ദിവസം ചെയ്യാന്ന് വേണ്ടി പറഞ്ഞു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ആയിട്ട് അടുത്ത് വീണ്ടും ഞാൻ പോയിട്ട് കേസ് പ്രസന്റ് ചെയ്തു. അതൊന്നും എനിക്ക് തോന്നുന്നു ഫൈബ്രോയിഡിന്റെ എന്തോ ഒരു കേസായിരുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ എഴുതി വെച്ചെന്ന് വെച്ചപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മൾ എന്തായാലും ചെയ്യണം എന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ മോട്ടിവേറ്റ് തന്നെ ചെയ്തോണ്ടിരിക്കില്ല, കുഴപ്പമില്ല എന്തായാലും എല്ലാവരും ചെയ്യുന്നതാണ്, ഇവരെല്ലാവരും ഇപ്പൊ ഇന്ന് നീ ചെയ്യുന്നു നാളെ വേറൊരാൾ തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ എന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അതിനേക്കാൾ നമുക്ക് ഈ ഒരു നമ്മുടെ സെമിനാർ പ്രസന്റേഷൻ കുറച്ചുകൂടെ നമുക്ക് ടെൻഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഫാക്കൽറ്റിയാണ്. കുറച്ച് നല്ല പാവമായിട്ടുള്ള കുറച്ച് ഫാക്കൽറ്റീസ് ഒക്കെയാണ് നമുക്ക് കുഴപ്പമില്ല, നമ്മൾ തെറ്റ് പറ്റിയാലോ അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. എന്നാൽ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില ഫാക്കൽറ്റീസ് വന്നാൽ നമുക്ക് കുറച്ചുകൂടി ടെൻഷൻ കൂടുതലായിരിക്കും. അപ്പൊ അന്ന് എൻ്റെ കേസ് പ്രസന്റേഷൻ വന്നാൽ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മാം ആയിരുന്നു. അന്ന് എനിക്ക് നല്ല ടെൻഷനായിരുന്നു. ദൈവമേ അങ്ങനെ ഉള്ള എല്ലാ ദൈവങ്ങളെ വിളിച്ചായിരുന്നു. ഇനി അന്ന് പറഞ്ഞ പോലെ വലിയൊരു പ്രശ്നം ഇല്ലാത്ത രീതിയിൽ പറഞ്ഞു തീർക്കാൻ വേണ്ടി പറ്റി. അത് കഴിഞ്ഞിട്ട് എൻ്റെ കേസ് പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. മാസം 13-ാം തീയതി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അന്നും ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ റോൾ നമ്പർ അല്ല, വേറെ റോൾ നമ്പർ ആയിരുന്നു. അവർക്ക് വരാൻ വേണ്ടി പറ്റത്തില്ല, അവൾ വീട്ടിൽ പോവാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ പ്രസന്റ് ചെയ്യുമായിരുന്നു ചെയ്തത്. സോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു മെഡിക്കൽ കോളേജിൽ കേസ് പ്രസന്റേഷനും സെമിനാർ പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഈ വീഡിയോ കാണുന്നതിൽ ഇപ്പൊ നല്ല ടെൻഷനോ കാര്യങ്ങളോ സ്റ്റേജ് ഫിയറോ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികൾ എന്തായാലും ഉണ്ടാവും. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഓഫ്കോഴ്സ് ടെൻഷൻ ഉണ്ടാവും. കാരണം എനിക്കിങ്ങനെ അതിന് പറയാൻ വേണ്ടിയുള്ള ഒരു റൈറ്റ് ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നില്ല. അപ്പോൾ എനിക്ക് തന്നെ ഒടുക്കത്തെ പേടിയുള്ള ഒരാളാണ് ഞാനിങ്ങനെ. എനിക്ക് കേസ് പ്രസന്റേഷൻ ഒക്കെ നാളെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ അമ്മയെടുത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചു, അമ്മ എനിക്ക് ഭയങ്കര പേടിയാണ്, അമ്മ പ്രാർത്ഥിക്കണം അമ്മ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. ഇപ്പം അത് ചിലപ്പോൾ ഭയങ്കര കുഞ്ഞൊരു സെമിനാർ ആണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടുള്ള ഒരാളാണ്. കാരണം അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടോ എന്ന് അറിയില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, നമ്മൾ ഇത്ര ഓർത്താൽ മതി, നമ്മൾ എല്ലാവരും കേസ് പ്രസന്റ് ചെയ്യണം. എല്ലാവരും എന്തായാലും ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം അതിപ്പോൾ നമുക്ക് എത്ര പേടിയുണ്ടെന്നായാലും നമ്മളിപ്പോൾ എല്ലാവരും ഈക്വൽ ആണല്ലോ. ഇപ്പോൾ ഒരാൾ മാത്രം ചെയ്യാം. ഇപ്പോൾ ഒരാൾ കുട്ടി ധൈര്യമുള്ളൊരു കുട്ടിയാണ്, പക്ഷെ അവരെ കൊണ്ട് നമുക്ക് എന്നും ജയിക്കാൻ വേണ്ടി പറ്റത്തില്ല. നമ്മൾ എന്തായാലും ചെയ്യണം. കാരണം നമ്മുടെ ഫൈനൽ ഇയർ എക്സാമിന്റെ സമയത്ത് നമ്മൾ എന്തായാലും ഫൈനൽ ഇയർ എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ പ്രാക്ടിക്കലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇയർ എന്ന് പറഞ്ഞാൽ ഫൈനൽ ഇയർ. ആ സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാകത്തുള്ളൂ, ഈ പറഞ്ഞ പോലെ ആരും ഉണ്ടാകത്തില്ല. സോ നമ്മളിങ്ങനെ എടുത്ത് കേസ് പ്രസന്റ് ചെയ്തും സെമിനാർ പ്രസന്റ് ചെയ്തും നമ്മളിങ്ങനെ എടുത്തെടുത്ത് ഒരു ലൈക്ക് നല്ലൊരു ധൈര്യമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അന്ന് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ അന്ന് ആദ്യമായിട്ടാണ് നമ്മൾ ഈ കേസ് പ്രസന്റ് ചെയ്യുന്നത്, ആദ്യമായിട്ടാണ് ഒരു ഫാക്കൽറ്റിനെ നേരിട്ട് നിന്നിങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് എന്നൊക്കെ ഒരു പേടി വരാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ഇത്ര ഓർക്ക് നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട്, അതായത് നമുക്ക് കുറച്ചുകൂടെ ധൈര്യം വരാനും സ്റ്റേജ് ഫിയർ മാറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാത്രം കാണുക. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മതി. പിന്നെ ഞാനിപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഓരോ വർഷമായി അല്ലെങ്കിൽ ഓരോ തവണ നമ്മൾ സെമിനാർ എടുക്കും തോറും നമുക്ക് വരുന്ന ഒരു പേടി കുറച്ചുകൂടെ കുറഞ്ഞു വരികയാണ്. കുറച്ചുകൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ നിങ്ങൾ അത്രയും ടെൻഷൻ അടിക്കേണ്ട. ആദ്യത്തെ കുറച്ച് ടെൻഷനും പേടിയൊക്കെ കാണത്തുള്ളൂ, പിന്നെ നമുക്ക് ഓക്കെ ആയിട്ട് സെറ്റ് ആക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് എൻ്റെ സെമിനാർ പ്രസന്റേഷന്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസും നമ്മുടെ കോളേജിലെ സെമിനാർ പ്രസന്റേഷനും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിലെല്ലാ കുട്ടികളും ഓരോ കണ്ടന്റ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അതിനനുസരിച്ച് ഓരോരോ വീഡിയോ ചെയ്ത് വരുന്നുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. ബൈ.